റെയിൽവേയിൽ കൊറിയർ അയക്കാൻ വേണ്ടി നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് തമ്പാനൂരേക്ക് പോയതാണ്. അതുപോലെ കൊറിയർ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലഗേജ് ചാർജ് KSRTC 43 രൂപയായിരുന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവരിതിൻ്റെ മെഷർമെൻറ്റും എടുക്കുക, അതുപോലെ വെയിറ്റും എടുത്ത് ഏതിനാണോ റേറ്റ് കൂടുതൽ അതായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ആധാറിൻ്റെ ഒറിജിനലും കോപ്പിയും കൊണ്ടുപോകുക. നമ്മൾ ആർക്കാണോ അയക്കുന്ന ആ സ്റ്റേഷനിൽ ട്രെയിൻ 5 മിനിറ്റിന് താഴെയാണ് നിർത്തുന്നതെങ്കിൽ നമ്മളൊരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് കൂടെ ഇതുപോലെ എടുക്കണം. ഞാൻ കോയമ്പത്തൂരേക്കാണ് അയച്ചത്. അവിടെ 5 മിനിറ്റിന് താഴെയാണ് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ബില്ലും തന്നു. അതോടൊപ്പം അവരൊരു സ്റ്റിക്കർ തരും, അത് പോർട്ടർ തന്നെ ഒട്ടിച്ചോളും. അപ്പോൾ നമ്മൾ ഈ ബില്ല് ഇവിടെ ഒട്ടിച്ച് കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കണം എവിടെയാണ് ബില്ല് വെച്ചിരിക്കുന്നത്. അത് കിട്ടിയാൽ മാത്രമേ കസ്റ്റമറിന് അവർ സാധനം കൊടുക്കുകയുള്ളൂ. അതുപോലെ ആരുടെ പേരിലാണ് അയച്ചാൽ അയാളുടെ ആധാറിൻ്റെ കോപ്പിയും കൂടെ കൊണ്ടുവരാൻ പറയാം. ഇത് നമ്മൾ കൊൽക്കത്തയിൽ നിന്ന് വന്ന റെഡ് ക്യാപ്പിൻ്റെ അതുപോലെ ഗോഡ്സിലയുടെയും പാഴ്സലാണ്. ഇതിൽ റെഡ് ക്യാപ്പ് എല്ലാം ഹെൽത്തി ആയിരുന്നെങ്കിൽ നമ്മുടെ ഗോഡ്സിൽ കുറച്ച് ഡെഡായി. അവരത് റീപ്ലേസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡെഡായതൊരു വിഷമം തന്നെയാണ്. നമ്മൾ കോയമ്പത്തൂരേക്ക് അയച്ച പാഴ്സൽ അവർ കിട്ടി. ടിക്കറ്റ് നമ്മൾ പറഞ്ഞെടുത്ത് തന്നെ അവർ നോക്കിക്കൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. എല്ലാ ഫിഷും ഹെൽത്തിയായി തന്നെ കസ്റ്റമറിന് കിട്ടിയുണ്ട്. അവരൊന്നും വളരെ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ പാഴ്സൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആധാറിൻ്റെ കാര്യം ബില്ല് അയക്കുന്നതാണ് പ്രധാനമായിട്ടും.